നമ്മളുടെ കമ്മീഷൻ ചെയ്ത റിപ്പോർട്ട്, ദാറ്റ് ഇസ് കമ്മിറ്റി റിപ്പോർട്ട് നമ്മൾ EC-യിൽ അവതരിപ്പിച്ചു. ഇത് നമ്മളുടെ വന്ന 11 ആൾക്കാരുടെ മൊഴികളാണ്. അപ്പോൾ ഇത് ഞാൻ EC-യിൽ വെച്ചിട്ട് എല്ലാവരുടെയും മുമ്പിൽ ചെയ്തു. ഇത് അമ്മയുടെ പ്രോപ്പർട്ടി അയച്ച് ലോക്കറിൽ പോവും. ആൻഡ് ഇതാണ് നമ്മളുടെ റിപ്പോർട്ട്. അപ്പം നമ്മളുടെ ആദ്യത്തെ ഈ ഒരു ടീം വന്നു കഴിഞ്ഞിട്ട് ആദ്യത്തെ നമ്മളുടെ ദൗത്യം ഇവിടെ പൂർത്തിയായി. ഇനി നമ്മളുടെ കംപ്ലയിൻറ്റ്സ് വന്ന ആൾക്കാർക്ക് ഈ കോപ്പി കൊടുക്കും. ആൻഡ് അവർക്ക് എന്താണ് തീരുമാനം, നമ്മളുടെ ഇവിടുത്തെ ഡ്യൂട്ടി കഴിഞ്ഞു. ഇല്ല, ബിക്കോസ് കുക്കുവിനോട് ചോദിച്ച ചോദ്യങ്ങളുടെ പ്രൂഫ് ഇവിടുത്തെ മിനിറ്റ്സ് ആയിട്ട് നമ്മളുടെ കമ്മിറ്റീൻ്റെ മുമ്പിൽ അവതരിപ്പിച്ചു. അതിൻ്റെ ഡീറ്റെയിൽസ് ആയിട്ട് തന്നു. ആൻഡ് ദാറ്റ്സ് ഇറ്റ്. ഇതിൽ 11 പേരുടെ മൊഴികളാണ് ഞങ്ങൾ എടുത്തിട്ടുള്ളത്. ഈ 11 പേരിൽ അന്നത്തെ പ്രസിഡൻറ്റും സെക്രട്ടറിയും ട്രഷററും ഒക്കെ ഉൾപ്പെടും. അന്നത്തെ മിനിറ്റ്സ്, അതിൽ സൈൻ ചെയ്ത ആൾക്കാർ, ഇങ്ങനെ ഒരുപാട് എവിഡൻസുകൾ കളക്ട് ചെയ്ത് ഒരുപാട് മൊഴികൾ എടുത്തിട്ടാണ് ഞങ്ങളുടെ 5 അംഗ കമ്മിറ്റി ഈ ഒരു കൺക്ലൂഷനിലെത്തിയത്. മെമ്മറി കാർഡ് എന്നതൊരു യാഥാർത്ഥ്യമാണ്. എന്ന് വെച്ചാൽ അന്ന് സ്ത്രീകളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി ചേർന്ന സ്ത്രീകളുടേതായ യോഗം റെക്കോർഡ് ചെയ്യപ്പെട്ടിരുന്നു. റെക്കോർഡ് ചെയ്യപ്പെട്ട മെമ്മറി കാർഡ് ഒടുവിൽ അന്തരിച്ചു പോയ KPSC ലളിത ചേച്ചിയുടെ കയ്യിലാണ് ഉണ്ടായിരുന്നത് എന്നുള്ളിടത്താണ് ഞങ്ങളുടെ ഫൈൻഡിങ്സ്. KPSC ലളിത ചേച്ചി നമ്മളോടൊപ്പം ഇല്ലാത്തതിനാൽ അതെന്ത് ചെയ്തു എന്ന് നമുക്കറിയില്ല. ഞങ്ങൾക്ക് കിട്ടിയ മൊഴികളിൽ കൂടുതൽ പേരും പറഞ്ഞത് അത് KPSC ലളിത ചേച്ചിയുടെ അടുത്തുണ്ട്. അവരത് പറഞ്ഞ കാര്യവും ഒരു സാക്ഷ്യപ്പെടുത്തി. അങ്ങനെ വരുമ്പോൾ ആ മെമ്മറി കാർഡ് KPSC ലളിതയുടെ കയ്യിലുണ്ടായിരുന്നു എന്നിടത്താണ് ഈ അന്വേഷണം അവസാനിക്കുന്നത്. ഇതിൽ മറ്റാരും പ്രതികളോ കുറ്റക്കാരോ തെറ്റുകാരോ അല്ല എന്നുള്ളതാണ് നമ്മുടെ ഫൈൻഡിങ്സ്. അമ്മയുടെ എൻക്വയറി കമ്മിറ്റി മാത്രമേ, നമ്മളൊരു ലീഗൽ ബോഡി അല്ല, അമ്മയുടെ ഒരു എൻക്വയറി കമ്മിറ്റിയാണ്. നമ്മുടെ എൻക്വയറി കമ്മിറ്റി ൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മളിപ്പോൾ പറയുന്നത്. പിന്നെ അങ്ങനെയാണ് കുക്കു KPSC ലളിതയ്ക്ക് കൈമാറിയതായിട്ട് സാക്ഷി മൊഴിയുണ്ട്. അല്ല, അപ്പൊ അതാണ് നമുക്ക് കുക്കു തന്ന ഒരു മൊഴിയിൽ ഉണ്ടായിരുന്നത്. കുക്കുവിന്റെ ഇതില് ഉണ്ടായിരുന്നത് ഇത്രേ വർഷം ഒരു പ്രശ്നം ഉണ്ടാവാത്ത ഒരു കാര്യം. ഇത് ആക്ച്വലി എലക്ഷൻ വന്നപ്പോഴാണ് ഇത് പൊങ്ങിയത്. അപ്പോൾ ലാസ്റ്റ് ഇയറിൻ്റെ എലക്ഷനിൽ ഇത് വരാത്തൊരു കാര്യം ഈ എലക്ഷനിൽ എന്തുകൊണ്ട് വന്നു എന്നുള്ള ഒരു ചോദ്യം അവിടെ അതും ചോദ്യം ചിഹ്നമായിട്ട് തന്നെയാണ് ഉള്ളത്. ഈ 2018 നടന്നൊരു സംഭവം. അത് 2025 വരെയുള്ള 7 വർഷക്കാലം ഇത് ആർക്കും ഒരു പ്രശ്നം ഉണ്ടാവുകയോ ഇതിലുള്ള എന്തെങ്കിലും വിവരങ്ങൾ പുറത്തു വരികയോ ചെയ്തിരുന്നില്ല. പക്ഷെ 2025 ഈ ഒരു പ്രശ്നങ്ങൾ വരുന്നത്. അപ്പോൾ ഇത് മെമ്മറി കാർഡ് കണ്ടവർ തന്നെ ആവണമെന്നില്ല, മൊഴി കൊടുത്തവർ തന്നെ മറ്റുള്ളവരോട് പറഞ്ഞാലും ഈ വിവരങ്ങൾ പുറത്തറിയും. അതെ, ഇപ്പോൾ നമ്മൾ പലപ്പോഴും ആലോചിക്കാറുണ്ട് ഞങ്ങളുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലെ മീറ്റിങ്ങിലെ വിവരങ്ങൾ എങ്ങനെ പുറത്തെത്തുന്നു. അത് ആരും സ്കൂപ്പ് ചെയ്തെടുക്കുന്നൊന്നുമല്ല. ഈ കമ്മിറ്റി അംഗങ്ങൾ തന്നെ അവരുടെ മെമ്പേഴ്സിനോട് പറയും എന്താണെന്ന് അവിടെ നടന്നതെന്നുള്ള കാര്യം. അത് മറ്റ് മീഡിയകൾ എടുത്ത് കൊടുക്കുന്നു. അതുപോലെ തന്നെ ഈ മെമ്മറി കാർഡിലെ അവരവർ പറഞ്ഞ കാര്യങ്ങൾ അതിൽ ഉൾപ്പെട്ടവർ തന്നെ മറ്റു പലരോടും പറഞ്ഞിരിക്കാം എന്നുള്ള നിഗമനത്തിൽ ഞങ്ങൾ എത്തിയിട്ടുള്ളത്. കാരണം സോളിഡായിട്ട് ഈ ഒരു മെറ്റീരിയൽ ആരും കണ്ടിട്ടുമില്ല, ഇപ്പോഴും അത് അജ്ഞാതമായിരിക്കും. ഇല്ല അങ്ങനെ ഇത് ഒരു ഇത് ലോ അബൈഡിങ് ഒന്നല്ല. ഇത് ഇപ്പോൾ മറ്റേ ഞങ്ങളുടെ കമ്മിറ്റി
ഭരണത്തിൽ വന്നപ്പോൾ ഞങ്ങൾ ഇതിൽ പങ്കെടുത്ത സ്ത്രീകൾ ഉന്നയിച്ച അവരുടെ ഒരു വിഷമം മനസ്സിലാക്കിയിട്ട് ഞങ്ങളൊരു ഉറപ്പ് കൊടുക്കുകയാണ്. ഇതിൽ ഞങ്ങളൊരു തീരുമാനമുണ്ടാക്കും. ഞങ്ങളിതിൽ ബന്ധപ്പെട്ട ആൾക്കാരെ വിളിച്ച് ചോദിച്ച് മൊഴിയെടുത്ത് ഞങ്ങൾ തീരുമാനത്തിലെത്തി. ആ തീരുമാനം നിങ്ങൾ അറിയിക്കും. അതിന് ഹൈക്കോടതി പ്രാക്ടീസ് ചെയ്യുന്ന അഡ്വക്കേറ്റ് ഉണ്ടായിരുന്നു, പിന്നെ സീനിയറായിട്ടുള്ള 2-3 മെമ്പേഴ്സ് ഉണ്ടായിരുന്നു, പ്രസിഡന്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഫൈൻഡിങ്സ് ആണത്. അവർക്ക് റിലീഫ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ഈ കമ്മിറ്റി. അല്ലാതെ വെച്ചിട്ട് നിയമപരമായി മുമ്പോട്ട് പോകാനോ അല്ലെങ്കിൽ അങ്ങനെ ഒന്നുമില്ല. അത് പക്ഷെ അവർക്ക് ഫ്രീ ടു ഗോ. ആർക്കെങ്കിലും ആ കോടതിന്റെ ഒരു ഇത് കിട്ടിയാൽ മാത്രമേ നമ്മൾക്ക് ഈ ഒരു ഫയൽ ഇനി തുറക്കാൻ പറ്റുള്ളൂ. അങ്ങനെ പറയാം, അങ്ങനെയും പറയാം. രണ്ട് സൈഡിലും ഇത് നമുക്ക് അത്രയല്ലേ, നമുക്ക് പറയണ മൊഴി വെച്ചിട്ടല്ലേ നമുക്ക് എന്തെങ്കിലും തീരുമാനങ്ങൾ എടുക്കാൻ പറ്റുള്ളൂ. പിന്നെ എന്താ പറയുക, മിനിറ്റ്സിലുള്ള ഡോക്യുമെന്റ്സ് വരെ ഇതിലുണ്ട്. അപ്പോൾ മിനിറ്റ്സ് വെച്ചിട്ട് നോക്കിയ ഇതിലാണ് നമ്മൾ ഈ ഒരു തീരുമാനത്തിൽ വന്നത്. നമ്മുടെ പ്രൊസീജിയർ കഴിഞ്ഞു. നമ്മളുടെ ഈ പ്രൊസീജിയർ അപ്പൊ ഈ റിപ്പോർട്ട് ഇനി നമുക്ക് കുറ്റം മറ്റേ കംപ്ലൈന്റ് തന്ന ആൾക്കാർക്ക് നമ്മൾ കൊടുക്കും. പിന്നെ അവർ തീരുമാനിക്കും. അവർക്ക് വേണമെങ്കിൽ കോടതി പോവുകയോ ഫർദർ പ്രൊസീഡിങ്സ് നടത്തുകയോ ചെയ്യാം. അത് നമുക്കൊരു ഞങ്ങളുടെ ഫൈൻഡിങ്സ് ആസ് എൻ ഓർഗനൈസേഷൻ ഞങ്ങളുടെ ഫൈൻഡിങ്സ് ഇതാണ്. ഇതിൽ ഈ കമ്മിറ്റിയിൽ ഉണ്ടായിരുന്നവർ പോലും ചില പരാതികൾ ഈ വിഷയത്തിൽ ഉണ്ടായിരുന്നല്ലോ. അവരൊക്കെ ഇത് റിപ്പോർട്ട് കണ്ട ശേഷം തൃപ്തരാണ്. അല്ല, ഞങ്ങൾ അവരെ അല്ലാതെ ബോധ്യപ്പെടുത്തി. ആദ്യമായിട്ട് ഞങ്ങളുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലാണ് അവതരിപ്പിച്ചത്. എക്സിക്യൂട്ടീവ് കമ്മിറ്റിക്ക് ഇത് ബോധ്യപ്പെട്ടു. അത് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ മീഡിയയോട് ഇത് പറയുന്നത്. ഇനി ഇതിൽ ഇതിൽ ഭാഗവാക്കായിട്ടുള്ള അല്ലെങ്കിൽ മൊഴി തന്നിട്ടുള്ള ആർക്കെങ്കിലും ഞങ്ങൾക്ക് ഇത് വീണ്ടും പരിശോധിക്കണം, ഞങ്ങൾക്ക് തൃപ്തരല്ല എന്ന് പറഞ്ഞാൽ അവർക്ക് മുമ്പോട്ട് വരാണെങ്കിൽ ദേ ആർ ഫ്രീ ടു ഡു ദാറ്റ്. ഈ റിപ്പോർട്ട് നമ്മൾ ഇസിന്റെ ഏത് മെമ്പറിനും വേണമെങ്കിൽ വായിക്കാം. വായിച്ചു കഴിഞ്ഞു. ആക്ച്വലി സീൽഡ് കവറിലെ മൊഴികളാണ്. ഇത് നമ്മൾ ഇനി ആർക്കും കാണിക്കാൻ ഉദ്ദേശിക്കുന്നില്ല, ഓൺലി ടു ദ മീഡിയ. പക്ഷേ ഇസിയിൽ വെച്ചിട്ട് മൊഴികളുടെ പേപ്പേഴ്സ് എല്ലാം കാണിച്ചു. അത് കഴിഞ്ഞിട്ട് അവരുടെ മുമ്പിലാണ് ഇത് സീൽ ചെയ്തത്. ഷോ 35 അല്ല 35. ഇത് 2:45 എന്നാണ് എനിക്ക് കിട്ടിയ റിപ്പോർട്ട്. അത് കഴിഞ്ഞിട്ട് ഇന്ന് ഇസി ഉണ്ടായിരുന്നു. ഇതാണ് മെയിൻ ചർച്ച നമ്മളുടെ. പിന്നെ നമ്മളിപ്പോൾ കുടുംബസംഗമം വരാൻ പോവാണ്. അപ്പോൾ അതാണ് മെയിൻ. അപ്പോൾ ഈ 2 ടോപ്പിക്കേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നമ്മളിത് വന്ന് 2:45 3 o'clock ആയിരുന്നു നമ്മുടെ ഇസി. 2:45 എനിക്ക് അഡ്വക്കേറ്റ് തരുന്നു. 3 o'clock ഞാൻ പ്രസന്റ് ചെയ്യും. അത്രേ ഉള്ളൂ. അവർക്ക് വേണമെങ്കിൽ വന്ന് വായിച്ചു നോക്കാം. ഇവിടുന്ന് വേണമെങ്കിൽ ഓഫീസിൽ നിന്ന് വേണമെങ്കിൽ നമ്മൾ റിപ്പോർട്ട് വായിച്ചു നോക്കാം അല്ലേ. ഈ ഇതിൽ മൊഴി തന്നിട്ടുള്ള ആൾക്കാർക്ക് അവരെല്ലാം സൈൻ ചെയ്ത മൊഴികളാണ്. മെമ്പേഴ്സിനൊന്നും അയക്കൂല. അത് ജനറൽ ബോഡിയിൽ നമ്മൾ ഇത് ഉന്നയിക്കും. ഇത് ഫുള്ള് വീണ്ടും പ്രസന്റ്. ബിക്കോസ് ഇസി കഴിഞ്ഞിട്ട് ജനറൽ ബോഡിയിലാണ് ഇത് അവതരിപ്പിക്കേണ്ടത്. ജനറൽ ബോഡിയിൽ എന്തായാലും ബിക്കോസ് ഇത് ഈ മീഡിയന് മുമ്പിൽ വന്നത് തന്നെ ഓൺലി ബിക്കോസ് അവർ മീഡിയയിലാണ് പോയത് ആദ്യം. അമ്മേൻ്റെ ജനറൽ ബോഡിയിലല്ല ഈ പ്രോബ്ലം ഉന്നയിച്ചത്. അതുകൊണ്ട് നിങ്ങൾ നമ്മൾ ഈ ഒരു എന്താ പറയുക August 15th ചോദിച്ച ഒരു ചോദ്യമാണ്. നിങ്ങളത് എന്താ പറയുക ആ കംപ്ലൈൻറ്റ് നിങ്ങൾ എടുത്തു നമ്മുടെ ഇത് റിപ്പോർട്ട് റെഡിയായി. അത്രയേ ഉള്ളൂ. താങ്ക് യു. ഇല്ല, നടപടി ഉണ്ടായിട്ടില്ല. പരാതി കൊടുത്തവർക്ക് പിൻവലിക്കുകയോ മുന്നോട്ട് പോവുകയോ എന്ത് വേണമെങ്കിലും ചെയ്യാം. ഫ്രീ ടു ഡു. അങ്ങനെയാണ് നമുക്ക് മനസ്സിലാവുന്നത്. അങ്ങനെയല്ല ഇത് വന്നത്. ബിക്കോസ് നമ്മുടെ ഇലക്ഷനിൽ ഏറ്റവും ജാസ്തി ചർച്ച ചെയ്ത ഒരു ടോപ്പിക്കാണ്. അപ്പോൾ ഒബ്വിയസ്ലി ഭാരവാഹിത്വം വന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ ചെയ്ത ആദ്യത്തെ ഡ്യൂട്ടിയാണ് അത്. ഇതാ ഇവിടെ ടാസ്ക് ഭയങ്കര ഒരു ഇമ്പോർട്ടൻ്റ് ആയ ടാസ്ക് ആയിരുന്നു.
എനിക്ക് തോന്നുന്നു എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇത്രയും ഒരു പേഴ്സണലായിട്ട് അത് ഒരുപാട് ദിവസങ്ങൾ അതിനു വേണ്ടി ചെലവഴിച്ചു. പല ആൾക്കാർ പല ഭാഗത്തു നിന്ന് വന്നു. ഈ മൊഴി കൊടുക്കാൻ വന്ന 11 പേരും പല ബുദ്ധിമുട്ടുകളും സഹിച്ചു തന്നെ വന്നിട്ടുള്ളത്. എല്ലാവരും മൊഴി കൊടുക്കാൻ വന്നു, ഒരാൾ പോലും അതിൽ മിസ്സായിട്ടില്ല എന്നുള്ളത് അല്ലേ. എല്ലാവരും കോപ്പറേറ്റ് ചെയ്തു. നമ്മൾ അന്നത്തെ പ്രസിഡന്റ് ഉൾപ്പെടെ ജനറൽ സെക്രട്ടറി ഉൾപ്പെടെ എല്ലാവരെയും നമ്മൾ മൊഴി എടുത്തിട്ടുണ്ട്. അല്ലല്ല ഒരു ഭൂരിപക്ഷമുള്ള ഒരു അതെന്താ മൊഴിയൊന്നും എനിക്ക് പറയാൻ പറ്റില്ലല്ലോ. അതിൽ കുറച്ച് പ്രൂഫ്സ് എല്ലാം ഉണ്ട്, അതുകൊണ്ടാണ്. അത് ചിലർ സംശയം പ്രകടിപ്പിച്ചു, ചിലർ ആണെന്ന് പറഞ്ഞു. അപ്പോൾ ഫൈനൽ ഫൈൻഡിങ്സ് അവസാനത്തെ ഒരു മൊഴി വളരെ നിർണായകമായിരുന്നു. അവരുടെ കൂടെ ഉണ്ടായിരുന്ന എഴുതി ചേച്ചിയുടെ കൂടെ ഉണ്ടായിരുന്ന ഒരു ആൾ തന്നെ പറഞ്ഞു, എന്നോട് അവരിങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അത് നമ്മൾ മുഖവിലേക്ക് എടുക്കുക. പിന്നെ ബാക്കി മെജോറിറ്റി പറഞ്ഞതും അവരുടെ അടുത്തുണ്ട് എന്നുള്ളതാണ്. പിന്നെ ഇത് ഇന്ന് വരെ നമ്മുടെ ജനറൽ ബോഡിയിൽ വരാത്ത ഒരു കംപ്ലൈൻ്റ് ആയതുകൊണ്ട് നമുക്ക് ഇത്രയെങ്കിലും ചെയ്യാൻ പറ്റി എന്നല്ല നമ്മുടെ ആദ്യത്തെ വിജയമാണ്. നിങ്ങൾ നമ്മളെല്ലാവരും സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു സോ മച്ച്. അത്രയേ ഉള്ളൂ. മൂപ്പര് മെമ്പറാണോ? ഇല്ലല്ലോ, അമ്മയുടെ മെമ്പറല്ല. മെമ്പർഷിപ്പിന് അപേക്ഷിക്കട്ടെ, അപ്പോൾ നമ്മൾ ആലോചിക്കാം. അമ്മയുടെ മെമ്പർ ആവണമെങ്കിൽ ആദ്യം നിങ്ങൾ ലെറ്റർ തരണം. മൂപ്പര് മെമ്പറല്ല. ബന്ധപ്പെട്ടുള്ള ഈ പുറത്തു വരുന്ന വാർത്തകളുണ്ട്, ചില മാധ്യമങ്ങൾ, ചില ഓൺലൈൻ മാധ്യമങ്ങളൊക്കെ വാർത്ത വരുന്നുണ്ട്. ഇതെന്താണ് യാഥാർത്ഥ്യം? ശ്വേത ചില വാട്സാപ്പ് ഗ്രൂപ്പിൽ എക്സിറ്റായി, എക്സിക്യൂട്ടീവ് കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട ചില അഭിപ്രായ വ്യത്യാസങ്ങൾ, അപ്പം നമ്മുടെ മുന്നിലുള്ള ചില വാർത്തകൾ എന്താണ് യാഥാർത്ഥ്യം? അല്ലല്ല, അങ്ങനെ അതല്ല. എനിക്കൊരു പുതിയ ഫോൺ എൻ്റെ ഹസ്ബൻഡ് തന്നു. അത് മാറാൻ വേണ്ടിയുള്ള ഒരു എൻ്റേതായ ഒരു അബദ്ധമാണ്. ഞാനാണ് ഡിലീറ്റ് ചെയ്തതെല്ലാം. സോറി, വേറെ ഒന്നുമല്ല. പക്ഷെ 4 ദിവസം കഴിഞ്ഞ് ഞാൻ തിരിച്ചു വന്നു. അതാരും പറഞ്ഞില്ലല്ലോ, അതാണ് ഭയന്ന് പോയി. പക്ഷെ ഞാൻ എന്താ അവിടെ തന്നെ ഉണ്ട്. താങ്ക് യു സോ മച്ച് നിങ്ങൾ വന്നേനെ, ആൻഡ് താങ്ക് യു ഫോർ സപ്പോർട്ടിങ് അസ്. അത് മാത്രമേ ഉള്ളൂ. എനിക്ക് തോന്നുന്നു ദാറ്റ് ഇസ് വാട്ട്. പിന്നെ ഫെബ്രുവരി 12-ാം തീയതി നമ്മുടെ ആദ്യത്തെ ഫംഗ്ഷൻ സംഗമം നടക്കാൻ പോവാണ് രാജീവ് ഗാന്ധി ഇൻഡോർ സ്റ്റേഡിയമിൽ. നിങ്ങളെല്ലാവരെയും ഏവരെയും സ്വാഗതം ചെയ്യാണ്. താങ്ക് യു സോ മച്ച്.